എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരാത്തത്? നാം എന്തുകൊണ്ടാണ് മാറാത്തത്? അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം, അള്ളാഹു നമുക്ക് തന്ന വെള്ളം, അള്ളാഹു നമുക്ക് തന്ന ഭക്ഷണം, ഇതെല്ലാം നാം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ അവൻ്റെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ വെള്ളവും ഭക്ഷണമൊക്കെ കുടിച്ച് തിന്നും നാം ആർഭാടമായി ജീവിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല എന്നുള്ള വിഷയം നാം ചിന്തിക്കണം. ആ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. കാരണം എന്താണ്? മുൻകഴിഞ്ഞു പോയ താബിഈങ്ങൾ, മഹത്തുക്കൾ, പണ്ഡിതന്മാർ, സ്വഹാബാക്കൾ, ഇവരൊക്കെ ചെന്ന ആഖിറത്തിൽ നമുക്ക് ചെല്ലാനുള്ളതല്ലേ? നാളെ നമ്മൾ മരിക്കേണ്ടവരല്ലേ? നാളെ നമ്മൾ ആഖിറത്തിൽ ചെല്ലേണ്ടതല്ലേ? ആ സമയത്ത് അവിടെ ചോദിക്കും, ഇനി എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സ്വഹാബാക്കളൊക്കെ പറയും, റബ്ബേ, നിനക്ക് വേണ്ടി എൻ്റെ കണ്ണ് ഞാൻ തന്നു അല്ലാ, നിനക്ക് വേണ്ടി എൻ്റെ കാത് ഞാൻ നൽകി അല്ലാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ? നമ്മളോട് ചോദിക്കുമ്പോൾ ഫമാ അമിൽത ഫീഹ, നീ എന്താടാ ചെയ്തത്? നീ 63 കൊല്ലം ജീവിച്ചപ്പോൾ, 90 കൊല്ലം ജീവിച്ചപ്പോൾ, 23 കൊല്ലം ജീവിച്ചപ്പോൾ, നീ 32 കൊല്ലം ജീവിച്ചപ്പോൾ എന്താടാ നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ എന്തെങ്കിലും കൈവശമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. അള്ളാഹു തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നാം അള്ളാഹിനോട് നന്ദി പറയണം. കേവലം നമ്മൾ ആ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെയല്ല, നാം ഓരോ അനുഗ്രഹങ്ങളും നാം അനുഭവിക്കുന്നുണ്ട്, നാം ആസ്വദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നാം ജീവിതം മാറണം. അള്ളാഹിനോട് നാം നന്ദി, ശുക്ർ രേഖപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. നാളെ ആഖിറത്തിൽ നമ്മളെല്ലാവരും ചെല്ലേണ്ടവരാണ്. മഹ്ശറിൽ നമ്മളെല്ലാവരും ചെല്ലേണ്ടവരാണ്. വിചാരണയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്താബോധം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം.